ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 8.1 ആണ്. പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് y square is equal to x and the lines x equal to 1 and x equal to 4 and the x axis. എന്താ പറഞ്ഞിട്ടുള്ളത്? ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ. അപ്പോൾ ഇവിടെ കേവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേവിൻ്റെയും അതുപോലെ തന്നെ എക്സ് ഇക്വൽ ടു വൈ, എക്സ് ഇക്വൽ ടു 4ഉം ആൻഡ് ദി എക്സ് ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന 4 ബൗണ്ടറീസ്, അതിൻ്റെ അകത്ത് കിടക്കുന്ന ഏരിയയുടെ എന്താണ് ആ റീജിയൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 ബൗണ്ടറി പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഒന്ന് എന്താണ്? എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താണ് എബവ് ദി എക്സ് ആക്സിസ് എടുക്കണം. അതുപോലെ തന്നെ ഒരു കേവ് പറഞ്ഞിട്ടുണ്ട്. കേവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ്, അല്ലേ? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമ്മൾ പാരാബോള, നമുക്കറിയാം പാരാബോളയുടെ ഇക്വേഷൻസ് നമ്മൾ നല്ലോണം പഠിച്ചിട്ടുണ്ട്. അത് പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ കേവ് വരയ്ക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അതറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നോക്കുക, ഈ ചെറിയ ഓർഡറുള്ള ആളുണ്ടല്ലോ, ആൾക്ക് സിമെട്രിക് ആയിരിക്കും നമ്മുടെ കേവ് വരുന്നത്. അല്ലെങ്കിൽ ഈ വലിയ പവറുള്ള ആളുണ്ടല്ലോ, അതെന്തായിരിക്കും? അപ്പോൾ വൈക്ക് എന്താണ് വൈയുടെ പവർ 2 വരുന്നത്. അപ്പോൾ വൈയുടെ പോസിറ്റീവ് എടുത്താലും നെഗറ്റീവ് എടുത്താലും കുഴപ്പമില്ല. പക്ഷേ എക്സിന് എന്താണ്? ഫുൾ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ എക്സിൻ്റെ ഫുൾ പോസിറ്റീവ് ഉള്ള സ്ഥലവും വൈയുടെ നെഗറ്റീവും പോസിറ്റീവും ഇൻക്ലൂഡ് ചെയ്യുന്ന പൊസിഷനും, അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി പറഞ്ഞിട്ടുള്ള എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 യൂണിറ്റ്. അതുപോലെ എക്സ് ഈക്വൽ ടു 4. അപ്പോൾ എബവ് എക്സ് ആക്സിസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് ഏരിയ കാണാൻ എന്താണ്? വൈ ഡി എക്സ് ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് വരുന്നത്, എക്സിൻ്റെ ലിമിറ്റ് എന്താണ്? 1 to 4 ആണ് വരുന്നത്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ പ്രകാരം വൈ എന്താണ്? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ആണ്. സോ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. അപ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 1/2 ആണ് ഡി എക്സ് 1 to 4. അപ്പോൾ എക്സ് റൈസ് ടു 1/2നെ നമ്മൾ ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 3/2 ഇൻറ്റു 2/3 എന്ന് കിട്ടും. പവർ 1 to 4. പവർ എന്താണ്? ലിമിറ്റ്. ഇനിയിപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 2/3 നമുക്ക് പുറത്തേക്ക് എഴുതാം. അതെന്ത് വരും? 8 - 1 എന്ന് വരും. അപ്പോൾ എന്താണ്? 7 ആണ്. 7 ഇൻറ്റു 2/3 എത്ര വരിക? 14/3 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9x, എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 4 ആൻഡ് എക്സ് ആക്സിസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഇവിടെ 4 ബൗണ്ടറി പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഒന്നൊരു കേവ് തന്നെയാണ്. കേവ് ഒരു ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. കേവിൻ്റെ ഇക്വേഷൻ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അതുപോലെ എക്സ് ആക്സിസിൻ്റെ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രൻ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? ഫസ്റ്റ് ക്വാഡ്രൻ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആയിരിക്കും നമ്മുടെ റീജിയൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് തന്നിട്ടുള്ള ഇക്വേഷൻ? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9x എന്നാണ്. നമ്മൾ ലൈൻ വരക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ എക്സ് എന്താണ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ 9. അപ്പോൾ ഞാൻ എക്സിന് 0 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? വൈയും 0 വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് നമ്മുടെ ഒറിജിൻ തന്നെയാണ്. നെക്സ്റ്റ് എന്താണ്? വൈക്കൊരു 1 കൊടുത്താൽ, വൈക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1/9 എന്ന് വരും. എക്സ് ഈക്വൽ ടു 1/9 എന്ന് വരും. അപ്പോൾ 1/9 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? എത്രയാണ്? വൈക്കല്ല നമ്മൾ 1 കൊടുത്ത്. ഇനി അതുപോലെ നമുക്ക് എന്താണ്? ഒരു 3 കൊടുത്ത് നോക്കാം. വൈക്ക് ഒരു 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 3 സ്ക്വയർ 9 ആണ്. 9/9 എന്താണ്? 1. അപ്പോൾ ഞാൻ വൈക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് 1 കിട്ടും. അപ്പോൾ എക്സ് 1ൽ വൈ എന്താണ്? 3 ആണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ
എന്താണ് ഇതുപോലെ ഒരു കർവാണ് വരുന്നത്. ഇനി അടുത്തത് എന്താണ് x=2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് x=2 വരുന്നത്. ഇനി x=4 എന്ന് പറഞ്ഞിട്ടുണ്ട്. x=4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ വരുന്നത്. ഇനി നമുക്ക് ഏരിയ എന്താണ്, ഏരിയ അണ്ടർ ദ കർവ് എന്താണ്, y/dx, ഇൻ്റഗ്രൽ y/dx ആണ് വരുന്നത്. ഇൻ്റഗ്രൽ y/dx. ദെൻ y എന്താണ് ഇവിടെ, y² 9x ആണ്. സോ 3√x എന്ന് വരും. y = അപ്പോൾ ലിമിറ്റ് 2 to 4 വരും. സോ ഇവിടെ 3 നമ്മൾ പുറത്തെടുത്തു, x⁻² എന്ന് എഴുതി. അതെന്താണ് നേരത്തെ ചെയ്ത പോലെ x⁻³ to 2/3. അപ്പോൾ പുറത്ത് 3 ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതാ ലിമിറ്റ് 2 to 4. അപ്പോൾ എന്താ 2 into 4 കൊടുത്തു കഴിഞ്ഞാൽ 8 വരും. -2√2 എന്ന് വരും. അപ്പോൾ 16 -4√2 എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് റീജിയൻ ബൗണ്ടഡ് ബൈ ഒരു ലൈൻ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു കർവ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. x² 4y എന്നാണ്. y=2 and y=4 ആൻഡ് ദി y ആക്സിസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഇവിടെ 4 സെറ്റ് ബൗണ്ടറി പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ y ആക്സിസ് എന്താണ്, ഇതിൻ്റെ ഒരു ബൗണ്ടറി പോയിൻ്റ് ആണ്. ദെൻ y=2 എന്ന് പറയുന്നുണ്ട്, എൻ്റെ y=4 എന്ന് പറയുന്നുണ്ട്. ഇത് 4, y=4, ഇത് y=2. ഇനി എന്താണ് y=x²/4 ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അഗെയിൻ എന്താണ്, ഇതും ഒരു പരാബോളയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു പോർഷൻ്റെ, ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ് കാണേണ്ടത്. ദെൻ അപ്പോൾ നമുക്ക് ഇത് കർവ് വരക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത പോയിൻ്റ് എന്താണ് എക്സിനും അതിന് വാല്യൂസ് കൊടുത്താൽ മതി. ഇപ്പോൾ എക്സിന് 0 കൊടുത്താൽ നമുക്ക് ഒറിജിൻ കിട്ടും. ദെൻ എക്സിന് 1 കൊടുത്താൽ, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് 4y എന്ന് വരും. y=1/4 എന്ന് വരും. അതുപോലെ ഇനി എന്താണ് സ്ക്വയർ, എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, അവിടെ 4 കിട്ടും. 4=4y എന്ന് കിട്ടും. സോ y = 1 എന്ന് കിട്ടും. അപ്പോൾ 2 1 മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ വരിക, നമുക്ക് dy-യിലാണ് ചെയ്യേണ്ടത്. നമ്മളുടെ സ്ട്രിപ്പ് വരുന്നത് ഇതുപോലെ ആയിരിക്കും. y ആക്സിസിന് പാരലായിട്ടായിരിക്കും സ്ട്രിപ്പ് വരുന്നത്. അപ്പോൾ x dy ആയിരിക്കും വരുന്നത്. ഇവിടെ x എന്താണ്, x=4 y ആണ്. സോ = 2√y എന്ന് എടുക്കാം. അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ 2 to 4, 2 പുറത്തെടുത്ത് നമ്മൾ √y, അതായത് y⁻1/2 dy. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും, y⁻³ 2 പുറത്തുണ്ട്, 2/3. അപ്പോൾ ഇത് വരും 4/3 ആവും. ലിമിറ്റ് 2 to 4. അപ്പോൾ 4/3 ഇൻറ്റു ലിമിറ്റ് എന്താണ്, ലിമിറ്റ് 2 to 4 ആണ് വരുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താ വരിക, 8 എന്ന് വരും. 4 കൊടുത്തു കഴിഞ്ഞാൽ 4⁻³ 8 എന്ന് വരും. ദെൻ 2 കൊടുത്തു കഴിഞ്ഞാൽ 2√2 വരും. 8 - 2√2. അപ്പോൾ എന്ത് വരും, ഇനി 4 അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ 32 മൈനസ് ഇവിടെ എന്ത് വരും, 8√2/3. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് x² 16 + y² 9 = 1. അപ്പോൾ എന്താണ്, ഈ ഒരു എലിപ്സിൻ്റെ അണ്ടറിൽ വരുന്ന റീജിയൻ്റെ ഏരിയയാണ് നമ്മൾ കാണേണ്ടത്.
അപ്പോൾ നമുക്കെന്താണ് നമ്മളുടെ മേജർ ആക്സിസ് ആരാ വരിക? എക്സ് ആക്സിസ് ആണ് വരിക. ഇനി എക്സ് ഇൻ്റർസെപ്റ്റ് ആരാ വരിക? 4 ആണ് വരിക. ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എലിപ്സ് വരുന്നത്. ഇനി എലിപ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? x² + 16 + y² / 9 = 1 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ്, ഒന്നെങ്കിൽ വിത്ത് റെസ്പെക്ട് എക്സിന് പാരലായിട്ട് ചെയ്യാം, അതായത് ഇപ്പോൾ സ്ട്രിപ്പ് എക്സിന് പാരലായിട്ട് കൺസിഡർ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വൈക്ക് പാരലായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മളെന്താണ് സാധാരണ ചെയ്യുന്നത് പോലെ ഒരു സെറ്റിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ കോർഡിനേറ്റ്സ് നമുക്കറിയാം, ഇത് 4 0 ഇത് 0 3 ആണ്. പിന്നെ നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് y = എന്താണെന്ന് കാണണം. നമ്മളിപ്പോൾ എക്സിന് ഈ സ്ട്രിപ്പ് ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ സ്ട്രിപ്പ് എക്സിന് പാരലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് y = എന്നൊരു ഇക്വേഷൻ കിട്ടണം. അപ്പോൾ y = നമുക്ക് എന്തെന്ന് എഴുതാം? 1 - x² / 16 ഇൻറ്റു 9. ഇതെന്താണ്? ഇതെല്ലാം കൂടി റൂട്ടിൻ്റെ ഉള്ളിലിട്ട് അപ്പോൾ എന്താ വരും? ഇവിടെ 16 - x² വേണ്ട 9/16 എഴുതാം. 9/16 റൂട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇതാണ് y എന്ന് വരുന്നത്. അപ്പോൾ ഇതിനെ റൂട്ടിൽ നിന്നുള്ളൊന്ന് പുറത്തെടുത്താൽ 3/4 എന്ന് വരും. അതുപോലെ തന്നെ ഇതിന് നമുക്ക് എന്താണ്? a² - x² എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ 4² എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇതാണ്, y = എന്ന് പറയുന്നത്. സോ നമുക്ക് dy കാണാം. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 4 0, ഇത് എന്താണ്? എക്സ് വാരി ചെയ്യുന്നത് 0 to 4 വരെയാണ്. ഇനി നമ്മുടെ y/dx ഇതാണ് വരുന്നത്. അപ്പോൾ y/dxന് പകരം നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഇവിടെ പുട്ട് ചെയ്യാം. അപ്പോൾ 3/4 ഞാൻ പുറത്ത് എഴുതുക. ഇനി എന്താണ്? 4² - x² എന്ന് എഴുതി ഇൻറ്റു dx. എന്താണ്? √a² - x² എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളിവിടെ കാണുന്നത് ഒരെണ്ണത്തിൻ്റെ ഏരിയയാണ്, അതായത് ആ എലിപ്സിൽ 4 ഭാഗത്തിൻ്റെ ഏരിയയാണ് നമ്മൾ ഈ ഒരു ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അപ്പോൾ അതിനെന്താണ്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ. അപ്പോൾ ഓൾറെഡി നമുക്ക് എന്താണ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും? ഈ 4 ക്യാൻസലായി പോവും. അപ്പോൾ അത് ഓർത്ത് വെക്കുക, ലാസ്റ്റ് ചെയ്താലും മതി. ഇനി എന്താണ് നമുക്കുള്ളത്? ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ്? 4² - x² ആണ്. അപ്പോൾ അതെന്ത് വരും? x/2 ഇൻറ്റു x/2 ഇൻറ്റു √a² - x². x²ന് പകരം ഇപ്പോൾ തന്നെ 4² കൊടുക്കുക. ദെൻ പ്ലസ് എന്താണ്? a²/2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അവിടെ 16/2 തന്നെ കൊടുക്കാം. ദെൻ സൈൻ ഇൻവേഴ്സ് x/a എന്ന് കൊടുക്കാം, x/a. ഇനി എന്താണ്? ലിമിറ്റ് 0 to 4 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ a എന്താണ്? 4 ആണ് നമ്മുടെ a സൈൻ ഇൻവേഴ്സ്. അതുപോലെ എക്സിന് 4 കൊടുക്കാം നമുക്ക്. ദെൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം ക്യാൻസലായി പോയിട്ടുണ്ട്. പിന്നെയുള്ളത് എന്താണ്? 16/2, അതായത് 8 3 പുറത്തുണ്ട്. 8 സൈൻ ഇൻവേഴ്സ് 4/4. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5/2 ആണ്. അപ്പോൾ 8π/2 ആണുള്ളത്. 8π/2 നമുക്ക് ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 4π എന്ന് വരും. 4π എന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 12π ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണാതെ പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്കറിയാം ഈ എലിപ്സിൻ്റെ ഒക്കെ നമുക്ക് അവിടെ പ്രൂഫ് ഉണ്ട്. എന്താണ്? π/AB, π/AB എന്നാണ് എന്ത് വരുന്നത്? ഏരിയ അണ്ടർ ദ എലിപ്സ് വരുന്നത്. അപ്പോൾ എയും ബിയും എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ, എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് x²/4 + y²/9 = 1. അപ്പോൾ അടുത്തതും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇവിടെ എന്താണ്? മേജർ ആക്സിസും മൈനർ ആക്സിസിനും വ്യത്യാസമുണ്ട്. ഇവിടെ വരുന്നത് എങ്ങനെയാണ്? അതായത് y ഇൻ്റർസെപ്റ്റ് ആണ് ഇതിൽ വലുതായിട്ട് വരുന്നത്. അപ്പോൾ സോ നമ്മുടെ മേജർ ആക്സിസ് വരുന്നത് y ആക്സിസ് ആയിരിക്കും.
അപ്പോൾ ഇത് 2 ആയിരിക്കും, ഇവിടെ 0 3 ആയിരിക്കും, ഇവിടെ 2 0 എന്നായിരിക്കും. അഗെയിൻ ഇതിൻ്റെ സെയിം നമ്മളിതുവരെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു സംശയിലേക്ക് എത്തിച്ചേരാം. അതായത് പൈ എ ബി അല്ലേ, അപ്പോൾ ഇതിനകത്ത് എ എന്ന് പറയുന്നത് 3ഉം ബി എന്ന് പറയുന്നത് 2ഉം ആണ്. അപ്പോൾ എന്താണ് 6π എന്ന് വരും. നമുക്കിതിൻ്റെ എന്ത് ഏരിയ എന്ന് പറയുന്നത് 6π ആണ്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നിപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ മാത്രം പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു അസംഷൻ ഉണ്ട്. അസംഷനല്ല, പ്രൂഫ് തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാതെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇതിനകത്ത് നിന്ന് ഇവിടെ തന്നിട്ടുള്ള വെച്ചിട്ട് y എന്തെന്ന് വരും. ഇപ്പോൾ 1 - x²/4. അപ്പോൾ ഇവിടെ 4 ഇട്ട് കൊടുത്തു y. ഇനി ഇൻറ്റു 9 ഹോൾ റൂട്ടിലിടുക. അപ്പോൾ എന്ത് വരും, ഇത് ക്യാൻസലായിട്ട് 3/2 എന്ന് വരും. അപ്പോൾ എന്താണ് 4 - x². y is equal to 3/2 into 4 - x². അതായത് 2² - x², root of 2² - x². അപ്പോൾ എന്താണ് 4 into 3/2. ഞാൻ ഓൾറെഡി പുറത്തെടുക്കുകയാണ് ആ 3/2നെ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ 6 എന്ന് വരും, 6 into എന്ന് വരും. അപ്പോൾ 6 into ഇൻറ്റഗ്രൽ ഇനി x വേരീസ് ഫ്രം x എവിടെ നിന്ന് അങ്ങോട്ടാണ് 0 to 2 ആണ്. 0 to 2 കൊടുത്തു ഞാൻ. ഇനി എന്താണ് റൂട്ട് ഓഫ് 4 - x². അപ്പോൾ ഇതിനെ വേണമെങ്കിൽ 2² എന്ന് എഴുതാം. dx y/dx ആണ്, ഇൻറ്റഗ്രൽ y/dx ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് എന്തെന്ന് വരും, x/2 ഇൻറ്റു റൂട്ട് ഓഫ് a² - 4². അപ്പോൾ നമ്മൾ 4², അതായത് 2² - x² പ്ലസ് ഇനി a² എന്ന് പറഞ്ഞാൽ എന്താ 4 ആണ്, /2. അപ്പോൾ ഞാൻ എന്താണ് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a എന്ന് എഴുതി, ഇനി ഇവിടെ ഇതിനകത്ത് ലിമിറ്റ് എന്താണ് 0 to 2 ആണ് വരുന്നത്. സോ നമ്മൾ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഈ ഒരു ടേം നമുക്ക് ക്യാൻസലായി പോവും. സോ അഗെയിൻ എന്താണ് സൈൻ ഇൻവേഴ്സ് x/a എന്താണ് 2 ആണ് വരുന്നത്, എക്സ് എന്താണ് 2 ആണ് വരുന്നത്. സോ സൈൻ ഇൻവേഴ്സ് 1 എന്താണ് π/2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു 2 കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2π/2. അപ്പോൾ എന്ത് വരും, പൈ എന്ന് വരും. ഇനി ഇവിടെ പുറത്ത് എന്താണ് ഒരു 6 എടുക്കുന്നുണ്ട്. അപ്പോൾ 6π, ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പുകൾ എന്താണ് കഴിഞ്ഞ ക്വസ്റ്റിൽ അതേ സ്റ്റെപ്പുകളാണ്, ടെക്സ്റ്റിലെ പ്രൂഫും ഉണ്ട്, സിമ്പിളായിട്ട് ചെയ്തു പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, a², റൂട്ട് ഓഫ് a² - x². അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ ആണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെന്താണ്, ലിമിറ്റ് എടുക്കാൻ അറിയണം, അതുപോലെ തന്നെ ആ കർവ് വരയ്ക്കാൻ അറിയണം. ആ കർവിൻ്റെ ഇക്വേഷനിൽ നിന്ന് അല്ലെങ്കിൽ എലിപ്സിൻ്റെ ഇക്വേഷനിൽ നിന്ന് വൈയുടെ ഇക്വേഷൻ, അതല്ല എന്നുണ്ടെങ്കിൽ എക്സിൻ്റെ ഇക്വേഷൻ കാണാൻ അറിയണം. അപ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് വൈയുടെ ലിമിറ്റ് എടുക്കണം. ഇത്രയൊക്കെ വേണ്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബാക്കി ക്വസ്റ്റ്യൻസ് മറ്റു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.